പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ സംബന്ധിച്ച് വന്ന കോടതി വിധി ചിന്തിക്കുമ്പോൾ കോടതിക്കും ബുദ്ധി വെച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു തോന്നൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനതയ്ക്ക്. പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇതുവരെയും ഭരണഘടനയുടെ ഏറ്റവും വലിയ വ്യാഖ്യാതാക്കളായി കോടതിയിലിരിക്കുന്നവർ, അവർക്കാണ് കാര്യത്തിൻ്റെ ഒരു കുട്ടൻസും തിരിയാതെ, വസ്തുതകളൊന്നും തിരിയാതെ കേവലം 1-ാം ക്ലാസ്സിൽ അവരെ കൊണ്ട് ചേർത്തേണ്ടി വരുമെന്ന് അവരുടെ ചില വിധികൾ കാണുമ്പോൾ, നാട്ടിലെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും നീതി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിഷയങ്ങളിൽ പോലും നീതിരഹിതമായ വിധികൾ കാണുമ്പോൾ അവരെ പ്രാഥമിക പാഠശാലയിലേക്ക് പറഞ്ഞയക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ഭരണഘടന വ്യാഖ്യാനിക്കാനല്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ കോടതിക്ക് ഈ കെജ്രിവാൾ സംബന്ധമായിട്ട്, അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് സംബന്ധമായിട്ട് കോടതിയിൽ വന്ന വിധിയിൽ നിന്നും മനസ്സിലാകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കോടതിക്കും തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ വന്നിരുന്ന വിധികൾ പരിശോധിക്കുമ്പോൾ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷവും ഞങ്ങൾക്ക് അധികാരസ്ഥാനങ്ങളിൽ അടയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴുള്ള ആളുകളെ സുഖിപ്പിക്കുന്ന വിധികൾ നൽകുക എന്ന ഒരു താവഴി കഴിഞ്ഞ കാലത്ത് പലരും നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അനുഭവ ഫലങ്ങളെല്ലാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ നമുക്ക് മുമ്പിലുണ്ട്. വലിയ വലിയ ദേശീയ വിഷയങ്ങളിലും രാജ്യത്തെ പിടിച്ചുലച്ച വിഷയങ്ങളിലൊക്കെ അവർ നടത്തിയ വിധി പ്രസ്താവത്തിൻ്റെ ഫലമായി അവർക്ക് കോഴയായിട്ട് MP സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒക്കെ കിട്ടിയത് നമ്മുടെ മുമ്പിൽ അനുഭവമായി ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് കാലത്തോളമായി യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനാണ് സ്വതന്ത്രമായി രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സുപ്രീം വകുപ്പിൽപ്പെട്ട കോടതികൾ നമ്മൾക്ക് വിശ്വാസമർപ്പിക്കാൻ ആരൊക്കെ കഴിഞ്ഞാലും അവസാന വാക്കായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് കോടതിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരുന്ന ആ കാലഘട്ടത്തിന് മാറ്റം വന്നിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. അവിടുന്ന് വന്നിട്ടുള്ള വിധികളൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ കെജ്രിവാളിൻ്റെ വിഷയത്തിൽ വന്ന വിധി എന്തുകൊണ്ടാണത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാകുന്നത്. പല ഭാഗത്തിൽ നിന്നും ഈ ഭരണകൂടം തകരാൻ പോകുന്നു എന്ന് മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭരണകൂടത്തിന് ഒപ്പിച്ച് വിധി നൽകിയത് കൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. ശരിക്കും നീതി തന്നെയാണ് വിധിക്കുക. കാരണം ഇവരെ കൊണ്ട് ശേഷം പ്രത്യേകമായി നേട്ടമോ അനുഭവമോ കോഴയോ കിട്ടാനൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പഴയ റൂട്ട് ഭരണഘടനക്കനുസരിച്ച് നീതിക്കനുസരിച്ച് വിധിക്കുക എന്നതിലേക്ക് അവർ വന്നതായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ മുമ്പൊക്കെ എന്തായിരുന്നു, ഓരോ വിഷയത്തിലും യജമാനന്മാരാകുന്ന ഭരണാധികാരികൾ പറയുന്നതിനനുസരിച്ച്, ആഗ്രഹിക്കുന്നതിനനുസരിച്ച് വിധിച്ചു കൊടുത്തില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒന്നിരിക്കൽ തല പോകും, അല്ലെങ്കിൽ ED വരും വീട്ടിൽ. ED വന്നാൽ പിന്നാണല്ലോ മൻ നൂക്കിഷൽ ഹിസാബ് ഫഖദ് ഖസിറ എന്നാണല്ലോ. ഒരാളെ ചോദ്യം ചെയ്യാൻ നിന്നാൽ പിന്നെ ഓനക്ക് ഏതായാലും ശരി ഫുൾ മറുപടി വരാൻ കഴിയൂല. അപ്പോൾ ഈ ചിതലരിക്കാത്ത പത്തായത്തിലെ പഴയ നോട്ടുകളെക്കുറിച്ചും മറ്റൊക്കെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഭയം ഉണ്ടായതുകൊണ്ട് ഭരണാധികാരികൾക്കനുസരിച്ച് നമ്മൾ വിധിക്കുക എന്ന ഒരു ഫോർമുലയിലേക്ക് മൊത്തത്തിൽ അവിടെയുള്ളവരൊക്കെ എത്താറുണ്ട്. എത്തിയ അനുഭവങ്ങളാണ് ഇവിടുത്തെ ദേശീയ വിഷയങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ ഭരണകൂടം മാറുമെന്ന മാറ്റത്തിൻ്റെ ഒരു കാറ്റ് മണത്തു തുടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇവർക്ക് ആ പഴയ വിധികളൊക്കെ, ആ രീതിയിലുള്ള വിധികളൊക്കെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വിധികളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ വസ്തുതയായി വിലയിരുത്തി അതിൻ്റെ ഉൾട്ടയായിട്ട് എന്താണോ ഒരു കാര്യം പറഞ്ഞത് ആ കാര്യത്തിനനുസരിച്ചാണല്ലോ വിധി വേണ്ടത്. അത് പറയാതെ ഓരോരുത്തരെയും ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് സത്യം ഇങ്ങനെയാണ്, ഇത് ഇവരിതാണ്, ഒരു സാധനം വീണ് കിട്ടി അല്ലെങ്കിൽ കളഞ്ഞു പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് കിട്ടി, എന്നാൽ അത് ഇന്ന ആൾക്കുള്ളതാണ്, അദ്ദേഹം ഒരുപാട് കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് അത് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം എന്നാണല്ലോ സാധാരണ നീതിയും എല്ലാ തത്വശാസ്ത്രവും പറയാറുള്ളത്. എന്നാൽ ബാബരി മസ്ജിദിൻ്റെ വിധി നമ്മൾ കണ്ടത് അങ്ങനെയല്ലല്ലോ. 400 വർഷത്തിലേറെക്കാലം മുസ്ലിങ്ങൾ ആരാധിച്ചതാണ് ബാബരി മസ്ജിദ്, അതിൻ്റെ അടിയിൽ ഒരു ക്ഷേത്രത്തിന് അവശിഷ്ടവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പള്ളീൻ്റെ മഹത്വവും മറ്റൊക്കെ ഇങ്ങനെ പറയാൻ കരുതി. അങ്ങനെ അതുകൊണ്ട്
അത് മുസ്ലിങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നാണല്ലോ അതിൻ്റെ മഫ്ഹൂം, അതിൻ്റെ അവസാന വ്യാഖ്യാനമായിട്ടുള്ള വിധി വരേണ്ടത്. പക്ഷേ ഈ പള്ളിയും പരിസരവും ഒക്കെ മുസ്ലിങ്ങൾക്കാണ്, പാരമ്പര്യം അവർക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മറ്റവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ തലയില്ലാത്ത വിധി. ആ വിധി നമ്മൾ കണ്ടതുപോലെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ കെജ്രിവാളിൻ്റെ വിധി എന്താവും ആകേണ്ടിയിരുന്നു? കെജ്രിവാൾ ഈ മദ്യ പ്രശ്നത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു. അതുപോലെ അദ്ദേഹം ക്രിമിനൽ പ്രശ്നങ്ങളൊന്നും ഇടപെട്ടതായി തെളിവില്ല. അങ്ങനെയൊക്കെയുള്ള എല്ലാ പരിശുദ്ധിയും ഉള്ള ഒരാളായിക്കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കഠിനമായി റിമാൻഡ് ചെയ്യുന്നു എന്നാണ് ബാബരി മസ്ജിദിൻ്റെ വിധി പോലെയാണെങ്കിൽ വിധിക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല ചെയ്തത്. ഈ വിധി ഉണ്ടാകാൻ തന്നെ അദ്ദേഹം ഒരു ജാമ്യാപേക്ഷ കൊടുക്കാതെ തന്നെ കോടതി സ്വയമായിട്ട് ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ജാമ്യം നൽകിയിരിക്കുകയാണ്. അതായത് ഒരപേക്ഷ കൊടുക്കാതെ തന്നെ ഈ ഒരു ജാമ്യത്തിന് വേണ്ടി കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്ന് ഒരപേക്ഷയും ഉണ്ടായിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ അത് സംബന്ധമായ കേസ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജഡ്ജിമാർക്ക് തോന്നുകയാണ് ഇങ്ങനെ ഒരു വിഷയം കൂടി ഒന്ന് നിരീക്ഷിച്ചാലോ എന്ന്. ആ നിരീക്ഷിച്ച് അവർ ചിന്തിച്ചു, അങ്ങനെയാണ് തീരുമാനത്തിലെത്തിയാണ്ട് വിധി കൊടുത്തതാണ് ജാമ്യം കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തൻ്റെ രാജ്യത്തും തങ്ങളുടെ മുമ്പിലൊക്കെ നടക്കുന്ന വിഷയങ്ങൾ കണ്ടിട്ടും കാണാതെ അതിനൊക്കെ തെളിവ് വേറെ കൊണ്ടുവരണം എന്ന് പറയുന്നത് കോടതിയുടെ ഒരു വഴക്കങ്ങനെ ആയിരിക്കാം, എല്ലാം രേഖാടിസ്ഥാനത്തിൽ വിധിക്കണമെന്നായിരിക്കാം. എന്നാലും സത്യം മുന്നിൽ കണ്ടതിനോടൊരു വസ്തുത ജഡ്ജിമാർക്ക് ഉണ്ടല്ലോ, അതൊന്നും സാധാരണ കാണാറില്ല. ഒരു ജഡ്ജി നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിലിട്ട് കണ്ട് ഒരാൾ മറ്റാളെ കുത്തിക്കൊല്ലുന്നു. ആ സമയത്ത് അദ്ദേഹം കോടതിയിൽ പോയിട്ട് അതിനെക്കുറിച്ചൊരു പരാതിയും പറയില്ല, ചിലപ്പോൾ സുഹൃത്തുക്കളോട് പോലും സംസാരിക്കൂല. പിറ്റേ ദിവസം വേറെ കക്ഷികളെ കൂടി വന്നിട്ട് ഇങ്ങനെ ഒരാൾ മറ്റേ കൊന്നിരിക്കുന്നു, ആരാണ് കൊന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അറിയാൻ കൊന്ന ആരാണ്, ഇദ്ദേഹത്തിന് കൺമുമ്പിൽ. പക്ഷെ തെളിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം തെളിവ് ചോദിക്കുന്നു. തെളിവൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നതല്ല, അദ്ദേഹം സ്വയം മരിച്ചതാണ് എന്ന് തീരുമാനിക്കും ചിലപ്പം ജഡ്ജി. അങ്ങനെയല്ല ഒരു നീതിബോധത്തിനോടും വസ്തുതയോടും സത്യത്തോടും തീർപ്പ് വേണം, സന്ധ്യയാവണം എന്നാഗ്രഹിക്കുന്ന ഒരു വിധികർത്താവ് നീങ്ങേണ്ടത്. അവരുടെ മുമ്പിൽ ബോധ്യപ്പെട്ടതിന് തെളിവില്ലെങ്കിലും ആ തെളിവിന് ഉപോത്ബലകമായ രേഖ അദ്ദേഹം കൂടി അധ്വാനിച്ചുകൊണ്ട് ഉണ്ടാക്കി കൊടുത്താണ്ടാണ് നീതി പുലർത്തേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കെജ്രിവാളിൻ്റെ വിധിയിൽ ഇദ്ദേഹം ഇങ്ങനത്തെ ക്രിമിനലും ഒന്നുമല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ കഠിനമായി റിമാൻഡ് ചെയ്യുന്നു എന്ന് വിധിക്കേണ്ടിയിരുന്നു ആ ബാബരി മസ്ജിദിൻ്റെ വിധി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. കോടതി തന്നെ സ്വയമായിട്ട് വിഷയം ചർച്ചയ്ക്കെടുത്തു, ഒരു പരാതിയുമില്ലാതെ. എന്നിട്ട് അത് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്ന്. നല്ല തീരുമാനമാണ്. ഇങ്ങനെ ആയിരിക്കണം വിഷയങ്ങളിൽ കോടതിയിലുള്ളവരൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെ മാറ്റം വരാൻ കാരണം ഈ ഭരണകൂടത്തിൻ്റെ മാറ്റം അവരൊക്കെ പ്രവചിക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന വലിയ ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഗ്യാൻബാബി മസ്ജിദ് ഉൾപ്പെടെയുള്ള പൗരത്വ വിഷയം ഉൾപ്പെടെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ കോടതിക്ക് തിരിയാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ ഒന്നിരിക്കൽ ഭരണകൂടത്തിന് അനുകൂലമായി വിധിക്കുന്നു, അല്ലെങ്കിൽ ഭരണകൂടം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ അപ്പടി അംഗീകരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു. ആ രീതിയിലാണ് വിധികളൊക്കെ വന്നിട്ടുള്ളത്. അതേസമയം ഇവിടെ ഞങ്ങൾ സത്യത്തോടും നീതിയോടുമാണ് ഞങ്ങളുടെ പ്രതിബദ്ധത എന്ന് തെളിയിക്കാൻ വേണ്ടി ചെറിയ നാലാംകിട വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായ നീതിയുടെ വിധി. ഒരു ഹരിയാനയിലോ മറ്റോ ഉണ്ടായ ഒരു വോട്ടിംഗ് മെഷീൻ്റെ വിഷയത്തിൽ ഭയങ്കര ശക്തമായ വിധി. അഥവാ രാജ്യത്തൊന്നാകെ വോട്ടിംഗ് മെഷീനുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഒരു പരാതിയുമില്ല. അത് മാറ്റാൻ കഴിയില്ല, അത് ഉട്ടോപ്യൻ സംസ്കാരമാണ്, പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല, ബാലറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റൂല എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നത്. മറ്റുള്ളവരെങ്ങനെ എന്ത് ചെയ്താലും വേണ്ടിയില്ല, ഈ പറയപ്പെട്ട രീതിയിൽ ബാലറ്റ് മെഷീനിൽ എന്തൊക്കെ കൃത്രിമുണ്ടെങ്കിലും ശരി അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത അംഗീകരിച്ചു കൊള്ളുക എന്ന രീതിയിലാണ് അവസാനം വന്ന വിധി. അപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളിൽ 100% നീതിയോടും സത്യത്തോടും യോജിക്കുന്ന വിധി വരും. അപ്പോൾ അതെന്തിനാണ്? ജനങ്ങൾക്കൊക്കെ ഒരു മതിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവർ ചില വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അവരുടെ തീരുമാനം, പക്ഷേ പല വിഷയങ്ങളിലും അവർ സത്യം തന്നെയാണ് വിധിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ ഇതുവരെ വിധിച്ചത് എന്നാണ് തോന്നുന്നത്, ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം. എന്നാൽ ഇത് നമ്മൾ സാധാരണതയിൽ കടം വാങ്ങുന്ന ആളുകളുടെ ഒരു സ്വഭാവം പോലെ ഉപമിക്കാൻ പറ്റും. സത്യസന്ധതല്ലാത്ത കടം വാങ്ങുന്ന ആളുകൾ ആദ്യം നമ്മോട് ചിലപ്പം ചെറിയൊരു സംഖ്യ കടം വാങ്ങും. ഒരു ഡേറ്റ് പറയും, 100 രൂപ കടം വേണം, അത് ഞാൻ നാളെ വൈകുന്നേരം തരാമെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം എന്ത് ചെയ്യും? വാങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും.
അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ, വൈകുന്നേരം പറഞ്ഞത് നാളെ രാവിലെ കൊണ്ടു കൊടുക്കും. അതോടുകൂടെ വിശ്വാസമായി ഇയാൾ കടം വാങ്ങിയാൽ പറഞ്ഞ ഡേറ്റിനെക്കാട്ടിയും മുമ്പ് തരുന്ന ആളാണെന്ന്. അപ്പോൾ അങ്ങനത്തെ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ, അതേസമയം പിന്നെ അദ്ദേഹം കടലിന് വരുന്ന 100 കോടിക്കായിരിക്കും. ആ 100 കോടി വാങ്ങിയാൽ പിന്നെ അതോടുകൂടെ അദ്ദേഹം മറ്റേ കുറച്ച് മുങ്ങുന്ന അർഷദ് മേത്തനെ പോലത്തെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ആളുകളായി മാറുന്നൊരവസ്ഥയാണ് പിന്നെ കാണാൻ കഴിയുന്നത്. കാരണം കടം വാങ്ങിയാൽ പിന്നെ അയാൾ അഡ്രസ്സ് ചെയ്യാൻ ഉണ്ടാവില്ല എന്നതുപോലെയാണ് വലിയ വലിയ വിഷയങ്ങളിൽ അവർ ഈ വൈക്കുണ്ടാവില്ല. ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഞങ്ങൾ നീതിയോടൊപ്പമാണെന്ന് വിധത്തിൽ തീർക്കാൻ പറ്റും. ഈ ഒരു ഉപമയാണ് അതിനോട് യോജിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യത്തോടും നീതിയോടൊക്കെ പ്രതിബദ്ധതയുള്ള കോടതി സ്വയം പരാതി ഉണ്ടാക്കി ഇത്തരം വിഷയങ്ങളിൽ, കെജ്രിവാളിൻ്റെ വിഷയത്തിൽ അവർ ഇടപെട്ടതുപോലെ തെളിവില്ല എന്നതിൻ്റെ പേരിൽ ബോധ്യപ്പെട്ട സത്യം മറച്ചു വെച്ചുകൊണ്ടുണ്ടാക്കുന്ന വിധി അത് അനീതിയാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്കൊക്കെ ഒരു ബുദ്ധി ഉണ്ടായെങ്കിൽ നന്നായിരുന്നു എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ്. കൊല്ലുന്നത് കണ്ട് പോയ ജഡ്ജിക്ക് പോലും കൊന്ന ആളെ ശരിക്ക് അറിയാം, പക്ഷേ എന്നാൽ പോലും തെളിവില്ലാത്തതിൻ്റെ പേരിൽ വിധിക്കാൻ പറ്റൂല എന്നാണ് പറയാറുള്ളത്. അത് വസ്തുത കോടതിൻ്റെ വഴക്കും കീഴ്വഴക്കും ഒക്കെ അങ്ങനെയാണ് എങ്കിലും സത്യത്തോട് കൂറുള്ള ഒരാൾ വിധിക്കേണ്ടത് എന്താണ്? അദ്ദേഹം കണ്ടതുപോലെ, അദ്ദേഹം കണ്ടതിലേക്ക് തെളിവ് കൊണ്ടുവന്നിട്ട് വിധിക്കുകയാണ് വേണ്ടത്. നീതിയോട് യോജിപ്പുണ്ട് എങ്കിൽ. മുമ്പ് ഒരു റിട്ടയർഡ് ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ വായിച്ചത് ഓർക്കുന്നു. 2-3 കുട്ടികളുടെ അനന്തര സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വന്നിട്ട് ഇരു കക്ഷികളും അദ്ദേഹത്തിന് മുമ്പിൽ വാദിച്ചപ്പോൾ എല്ലാ നിലക്കും തെളിവുകൾ കുട്ടികൾക്ക് എതിരായിട്ടാണ്. അനന്തര സ്വത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകളാണ്, അവരുടേതല്ല അനന്തര സ്വത്ത് എന്നാണ് തെളിവുകളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഈ ജഡ്ജിക്ക് ശരിക്കും അറിയാം ഈ കുട്ടികളുടെ തന്നെയാണ്, നേരിട്ട് അറിയുന്ന ആളാണ്. പക്ഷേ അതേസമയം തെളിവ് തന്നെ മുമ്പിലുള്ളത് എന്താണ്? കുട്ടികൾക്കെതിരാണ്. പക്ഷേ അവ ആ തെളിവടിസ്ഥാനത്തിൽ വിധിച്ചാൽ കുട്ടികൾക്കത് നഷ്ടപ്പെടും. അങ്ങനെ അവസാനം അദ്ദേഹം വിധി നീട്ടിവെച്ച് ഈ കുട്ടികൾക്ക് അനുകൂലമായി വിധിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച്, ഈ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്തും അന്നത്തെ കാലവും ഒക്കെ പരിശോധിച്ച്, ഈ കുട്ടികൾക്ക് പ്രായം തികയാൻ ആ സംഭവം നടക്കുന്ന സമയത്ത് 18 വയസ്സാണല്ലോ നമ്മൾ പ്രായം തികേണ്ട കണക്ക്, അന്നേക്ക് 2-3 ദിവസം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മൈനറിൻ്റെ പരിധിയിൽ വരുന്നതാണ്, അതുകൊണ്ട് അവരെക്കുറിച്ച് അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു സത്യമായ വിധിയെ സത്യമാക്കി എടുക്കാൻ തെളിവുകളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയതായ ഒരു വീക്ഷണം. ഇങ്ങനെയൊക്കെയാണ് സത്യത്തോട് പ്രതിബദ്ധതയുള്ള ആളുകൾ രേഖകൾ മാത്രം നോക്കിയിട്ടല്ല, പൂർണ്ണമായി നമുക്ക് സത്യമാണെന്ന് ബോധ്യമുണ്ട് എങ്കിൽ ആ സത്യത്തിലേക്ക് എത്താനുള്ള തെളിവുകൾ ഒന്ന് അധ്വാനിച്ചുകൊണ്ട് ഈ വിധികർത്താക്കൾ കൂടെ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും മതിപ്പുണ്ടാകും, താല്പര്യമുണ്ടാകും. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം നടന്നാലും അവർ ലോകത്ത് നടക്കുന്ന ഒന്നും അറിയില്ല. അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിലോ കേസെടുക്കാനാണെങ്കിൽ 1-ാം സഫിൽ തന്നെ അവരുണ്ടാകും. അതേസമയം കൺമുമ്പിലുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് അവർക്കറിയില്ല. പരാതി ചെന്നാൽ മാത്രം അവരെക്കുറിച്ചുള്ള പരാതിക്ക് സ്വയമേ കേസെടുക്കുക. അപ്പോൾ ഈ വിഷയം മാറ്റിയിട്ട് നമ്മൾ കെജ്രിവാളിൻ്റെ വിഷയത്തിൽ കോടതി തീരുമാനിച്ചതുപോലെ ഇങ്ങനത്തെ പരാതിയൊന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിഭാഗത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മറ്റു വിഭാഗത്തിന് അടക്കി ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി ഒപ്പിക്കുന്ന കൃത്രിമങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള വിധി വന്നാൽ ജനങ്ങൾക്ക് ഈ കോടതികളോടും നീതിന്യായ വകുപ്പിനോടൊക്കെ മതിപ്പുണ്ടാകും. അപ്പോൾ അങ്ങനെ മതിപ്പുണ്ടാക്കുന്ന ആ വിധിയുടെ ഒരു തുടക്കമാവട്ടെ നമ്മുടെ കെജ്രിവാളിനെ കുറിച്ചുള്ള വിധി, ജാമ്യത്തിൻ്റെ വിധി എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വഴിക്ക് തന്നെ വന്നിട്ട് ഭരിക്കുന്നവരാരാണെന്ന് നോക്കാതെ നീതിയും സത്യവും, അത് തനിക്ക് ശേഷം ജോലി നഷ്ടപ്പെടുമെന്നോ തനിക്ക് കിട്ടാനുള്ള മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്നോ, തൻ്റെ ഭരണഘടനയോടും ജനങ്ങളോടുമുള്ള ആ നീതിയുക്തമായ സമീപനം അത് സൂക്ഷിക്കാൻ വേണ്ടി, സത്യം പറഞ്ഞിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോയാലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ആ മുമ്പ് കാലഘട്ടത്തിലൊക്കെ ഉറച്ച വിശ്വാസികളുണ്ടായിരുന്നല്ലോ, ഏത് മതക്കാരാണെങ്കിലും. അവരുടെ റൂട്ടിലേക്ക് ഈ വിധി നടത്തുന്ന ആളുകളും ആ സംവിധാനവും മാറി വന്നാൽ ജനങ്ങൾക്കും ഇഷ്ടപ്പെടും, രാജ്യവും രക്ഷപ്പെടും എന്നാണ് പറയാനുള്ളത്. അതിനാവട്ടെ നമ്മുടെ അവസരങ്ങളെല്ലാം ഇനി മുതൽ എന്ന് പ്രത്യാശിക്കുകയാണ്.